നമസ്കാരം. ഇന്ന് ലോക മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇങ്ങനൊരു പത്രസമ്മേളനം നടത്താനായി തീരുമാനിച്ചത്. ഞാൻ എക്സൈസ് വകുപ്പ് മന്ത്രിയായി, സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം നടത്തുന്ന ആദ്യത്തെ പത്രസമ്മേളനം കൂടിയാണ് ഇത്. കഴിഞ്ഞ ഒരു മാസക്കാലം മന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം വകുപ്പിൽ ആദ്യഘട്ടത്തിൽ എക്സൈസ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലുള്ളൊരു സ്ഥിതി വിലയിരുത്താനും അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്താനുമാണ് ആദ്യ സമയം വിനിയോഗിച്ചത്. ആദ്യ ദിവസങ്ങൾക്ക് ശേഷം സംസ്ഥാനത്ത് എക്സൈസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ കേരളത്തിലെ പ്രധാന എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് വിളിച്ചു ചേർത്ത് നിലവിൽ എക്സൈസ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട വിലയിരുത്തൽ നടത്തുകയുണ്ടായി. അതിനെ തുടർന്നാണ് ഫസ്റ്റ് എൻഫോഴ്സ്മെന്റ് ആക്ഷൻ നമ്മൾ എക്സൈസിൽ പ്രഖ്യാപിച്ചത്. അതിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലെ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ, മയക്കുമരുന്ന് മാത്രമല്ല ലഹരിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലെ എൻഫോഴ്സ്മെന്റ് ആക്ഷൻ ശക്തിപ്പെടുത്തുക എന്നൊരു തീരുമാനമാണ് സ്വീകരിച്ചത്. അതിന് ഓപ്പറേഷൻ തണ്ടർ എന്നാണ്. അത് മുമ്പ് തന്നെ എക്സൈസിന്റെ എൻഫോഴ്സ്മെന്റ് ആക്ഷൻസിന് ഓപ്പറേഷൻ തണ്ടർ എന്നൊരു പേരുണ്ട്. പക്ഷെ അത് ഇടക്കാലത്ത് മുടങ്ങിക്കിടക്കുന്നതിനാൽ നമ്മൾ ആ പേരിൽ തന്നെ ഓപ്പറേഷൻ തണ്ടർ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു തീരുമാനമെടുക്കുകയുണ്ടായി. നാളെ ഇതുവരെ ഓപ്പറേഷൻ തണ്ടറിൽ എൻഫോഴ്സ്മെന്റ് സൈഡിൽ 14,722 കേസുകൾ പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 14,722 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അതിലെ 1,422 എണ്ണം NDPS കേസുകളാണ്. അബ്കാരി കേസുകൾ 2,292 ആണ്. കോട്ട്പ കേസുകൾ, പുകയിലയുമായി ബന്ധപ്പെട്ടുണ്ടായ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് 11,008 കേസുകളാണ്. അതിൽ തന്നെ NDPS കേസുകളിൽ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസ് 15 കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസുകൾ എക്സൈസ് സേന അത് രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. മീഡിയം ക്വാണ്ടിറ്റി കേസ് 170 എണ്ണമാണ്. കഞ്ചാവ് 185.555 കിലോഗ്രാം കഞ്ചാവാണ് പിടിച്ചെടുത്തത്. ഹെറോയിൻ 225.689 ഗ്രാം ആണ് ഹെറോയിൻ. ഹാഷിഷ് ഓയിൽ 157.113 ഗ്രാമാണ്. MDMA 795.88 ഗ്രാം. മെത്താംഫിറ്റമിൻ 771.67 ഗ്രാമാണ്. ബ്രൌൺ ഷുഗർ 7.94 ഗ്രാം. കഞ്ചാവ് ചെടികൾ 265 കഞ്ചാവ് ചെടികളാണ് കണ്ടെത്തിയത്. ചാരായം 231.9 ലിറ്റർ തുടങ്ങി അത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ വ്യാജ കള്ള 1,175 ലിറ്ററാണ്. വാഷ് 16,422 ലിറ്റർ. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ 5,584.569 കിലോഗ്രാം. എക്സൈസ് സേനയെ സംബന്ധിച്ച് എനിക്ക് ഉദ്യോഗസ്ഥന്മാരുമായും മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികളുമായൊക്കെ സംസാരിക്കുമ്പോൾ കുറേയേറെ പരിമിതികൾ അവർക്കുണ്ട്. ഒരു യാഥാർത്ഥ്യമാണ്. ആധുനികവൽക്കരണത്തിലേക്ക് പൂർണ്ണമായി കടന്നിട്ടില്ലാത്ത ഒരു സേനയാണ് എക്സൈസ്. സ്റ്റാഫുകളുടെ എണ്ണം തന്നെ ഏകദേശം 5,000-നടുത്ത് മാത്രമാണ്. അവരാണ് എൻഫോഴ്സ്മെന്റും എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നവരാണ്. ആധുനികമായ ഉപകരണങ്ങളുടെ അഭാവമുണ്ട്. വാഹനങ്ങളുടെ ഷോർട്ടേജ് ഉണ്ട്. നിലവിൽ മയക്കുമരുന്ന് കണ്ടെത്തുന്ന സമയത്ത് സബ്സ്റ്റൻസ് ഐഡന്റിഫിക്കേഷൻ കിറ്റുകൾ എക്സൈസ് സേനയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ കേസുകൾ എടുക്കുന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു കാര്യം, നമ്മളിത് കെമിക്കൽ എക്സാമിനേഷൻ അയച്ചാൽ കാലതാമസം ഉണ്ടാകുന്നതൊക്കെ തന്നെ കേസുകളെ ബാധിക്കുന്നുണ്ട് എന്ന കാര്യവും അറിയിക്കുകയുണ്ടായി. ഈ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാനാണ് പ്രാഥമികമായ ശ്രമം ഉണ്ടായത്. അത് ബജറ്റ് പ്രപ്പോസൽ എന്ന രീതിയിൽ സംസ്ഥാന എക്സൈസ് വകുപ്പ് ബജറ്റിലേക്ക് തുക അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയ നിർദ്ദേശങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയൊക്കെയായിരുന്നു. അതിൽ കേരളത്തിലെ മുഴുവൻ എക്സൈസ് റേഞ്ച് ഓഫീസുകളിലേക്കും സബ്സ്റ്റൻസ് ഐഡന്റിഫിക്കേഷൻ കിറ്റുകൾ നൽകാനുള്ള തീരുമാനത്തിന് വേണ്ടി ബജറ്റിൽ തുക വകയിരുത്തുക ഒരു പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. കാരണം കേരളത്തിൽ എല്ലാ എക്സൈസ് റേഞ്ച് ഓഫീസുകളിലും ഇനി മുതൽ പിടിച്ചെടുക്കപ്പെടുന്ന ലഹരി വസ്തുക്കൾ കൃത്യമായി ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള സബ്സ്റ്റൻസ് ഐഡന്റിഫിക്കേഷൻ കിറ്റുകൾ നമുക്ക് ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
2 സ്റ്റേറ്റ് കെമിക്കൽ എക്സാമിനേഷൻ ലാബറട്ടറി. എക്സൈസിന്റേതായി കേരളത്തിൽ ആദ്യമായി ഒരു സ്റ്റേറ്റ് കെമിക്കൽ എക്സാമിനേഷൻ ലാബറട്ടറി അനുവദിക്കുവാൻ ബജറ്റിൽ അനുമതി ഉണ്ടായിട്ടുണ്ട്. അതോടുകൂടി സംസ്ഥാന എക്സൈസിന് കേസുകൾ പിടിച്ചെടുക്കുന്നതിന് എടുത്തു കിട്ടുന്ന ഇത്തരം ലഹരി വസ്തുക്കൾ സ്റ്റേറ്റ് കെമിക്കൽ എക്സാമിനേഷൻ ലാബറട്ടറിക്ക് അയച്ച് അതിന്റെ തീരുമാനം വരുന്നതുവരെ കാത്തിരിക്കുക എന്നുള്ളൊരു പ്രോസസ് എന്നൊക്കുന്ന ഒരു കാലതാമസം ഒഴിവാക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. സ്റ്റേറ്റ് കെമിക്കൽ എക്സാമിനേഷൻ ലാബറട്ടറി യാഥാർത്ഥ്യമാവുന്നതോടെ ആ പ്രശ്നത്തിന് പരിഹാരമാകും. കൂടാതെ സംസ്ഥാനത്തെ എക്സൈസ് റേഞ്ച് ഓഫീസുകളുടെ സ്റ്റേഷനുകളുടെ സ്ഥിതി വളരെ മികച്ച അവസ്ഥയിലല്ല. മോഡൽ എക്സൈസ് റേഞ്ച് ഓഫീസുകൾ ആരംഭിക്കുന്നതിനും ഇത്തവണ ബജറ്റിൽ തുക വഹിക്കുന്നു. അതോടുകൂടി ഒരു എക്സൈസ് ഓഫീസ് ഒരു പ്രദേശത്ത് എൻഫോഴ്സ്മെന്റിനൊപ്പം മറ്റ് കാര്യങ്ങളിലും കേസിന്റെ കൺവിക്ഷൻ ഉറപ്പുവരുത്താൻ ആവശ്യമായ അടിസ്ഥാന സാഹചര്യങ്ങളുള്ള കൌൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള മോഡൽ എക്സൈസ് ഓഫീസുകൾ കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, എക്സൈസിൽ സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ പ്രവർത്തനവും ആരംഭിക്കുകയാണ്. യഥാർത്ഥത്തിൽ നിരവധി തസ്തികകൾ ആവശ്യമുള്ള ഒന്നാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. പക്ഷെ പുതിയ തസ്തികകളില്ലാത്തതിനാൽ നിലവിലുള്ള ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ചുകൊണ്ട് നാർക്കോട്ടിക് പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ അതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ പ്രവർത്തനവും എക്സൈസ് ആരംഭിക്കുകയാണ്. എക്സൈസ് ഇത് ഞാൻ പറഞ്ഞ എൻഫോഴ്സ്മെന്റ് സൈഡാണ് ഓപ്പറേഷൻ തണ്ടറിന്റെ കാര്യത്തിൽ. പക്ഷെ വളരെ സമഗ്രമായ ഒരു പ്രവർത്തന പദ്ധതി സംസ്ഥാന എക്സൈസ് ആവിഷ്കരിച്ചിരിക്കുകയാണ്. മയങ്ങില്ല കേരളം എന്ന ക്യാമ്പയിനാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊരു മിഷനാണ്. അതിൽ എൻഫോഴ്സ്മെന്റ് സൈഡുണ്ട്, അതോടൊപ്പം തന്നെ നിലവിലുള്ള വിമുക്തിയുടെ അവയർനെസ് സൈഡുണ്ട്. കാരണം വളരെ മികച്ച രീതിയിൽ ഉള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് എക്സൈസിന് അതിനുള്ള ശേഷിയുണ്ട്. 31ഓളം എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ നിംഹാൻസിൽ പരിശീലനം നേടിയവരാണ്. സംസ്ഥാനത്താകമാനം പരിശീലനയുടെ വലിയൊരു നെറ്റ്വർക്കുണ്ട്. ഇത് കേരളത്തിലെ ആകമാനമുള്ള വിദ്യാലയങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കായി നിലവിലുള്ള സിസ്റ്റത്തെ കൂടുതൽ വിപുലീകരിച്ചുകൊണ്ട്, ഇപ്പൊ നിലവിൽ നാർക്കോട്ടിക് ക്ലബ്ബുകളൊക്കെ ഉണ്ടെങ്കിലും പൂർണ്ണ ഇഫക്റ്റീവ് അല്ല. കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും ആന്റി നാർക്കോട്ടിക് ക്ലബ്ബുകളുടെ പ്രവർത്തനം വിപുലീകരിച്ച് അവയർനെസ് സൈഡിനെ എക്സൈസിന്റെ നിലവിലുള്ള പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ മിഷന്റെ ഭാഗമായി. മയങ്ങില്ല കേരളം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട പില്ലർ എൻഫോഴ്സ്മെന്റും അവയർനെസ്സിനൊപ്പം മൂന്നാമത്തെ പ്രധാനപ്പെട്ട പില്ലർ ഡി അഡിക്ഷനാണ്. സംസ്ഥാനത്തെ ഡി അഡിക്ഷനിൽ 14 ഡി അഡിക്ഷൻ സെന്ററുകളാണ് എക്സൈസിനുള്ളത് വിമുക്തി മിഷന്റെ ഭാഗമായി. ഈ ഡി അഡിക്ഷൻ സെന്ററുകളിൽ സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും ഒക്കെ ഉൾപ്പെടുന്ന നിലവിലുള്ള സിസ്റ്റമുണ്ട്. ഈ സിസ്റ്റത്തെ കൂടുതൽ ഇഫക്റ്റീവ് ആക്കുകയും അതോടൊപ്പം തന്നെ കേരളത്തിലെ എല്ലാ താലൂക്ക് ആശുപത്രികളിലേക്കും അത് 77 സെന്ററുകളിലേക്ക് ഡി അഡിക്ഷൻ സെന്ററുകളുടെ പ്രവർത്തനം വ്യാപിക്കുക എന്ന ലക്ഷ്യമാണ് മയങ്ങില്ല കേരളം ക്യാമ്പയിനിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ നിലവിലുള്ള ഞങ്ങളുടെ സിസ്റ്റത്തെ കൂടുതൽ വിപുലീകരിച്ച് എല്ലാ താലൂക്കുകളിലേക്കും ഡി അഡിക്ഷൻ സെന്ററുകൾ. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പുനരധിവാസവും റിഹാബിലിറ്റേഷനും സാമൂഹ്യ സംയോജനവുമാണ്. പുനരധിവാസം, സമൂഹത്തിലേക്ക് ഇവരെ സംയോജിപ്പിക്കുക. പ്രധാനപ്പെട്ട പ്രശ്നം ഡി അഡിക്ഷന് ശേഷവും നിരവധി ആളുകൾ ഇതിലേക്ക് പോവുകയാണ്. അപ്പോൾ ഡി അഡിക്ഷന് ശേഷം റിഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പില്ലർ, ആ ഒരു മേഖല യഥാർത്ഥത്തിൽ വേണ്ടത്ര ഫോക്കസ് ചെയ്യപ്പെടാത്തതുകൊണ്ട് നിരവധി ആളുകൾ വീണ്ടും ഈ പാതയിലേക്ക് തിരികെ പോകുന്നുണ്ട്. റിഹാബിലിറ്റേഷനായി വളരെ സമഗ്രമായ ഒരു പദ്ധതിയാണ് എക്സൈസ് കമ്മീഷന്റെ നേതൃത്വത്തിൽ ഞങ്ങളതിനെ ആസൂത്രണം ചെയ്യുന്നത്. അത് പറഞ്ഞാൽ ഒരു പേഴ്സൺ സെൻട്രിക്കാണ്. ഓരോ വ്യക്തിയുടെയും പുനരധിവാസ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ ഒരു കുട്ടിയുടെ 18 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയുടെ പുനരധിവാസ ആവശ്യമല്ല മുതിർന്ന ഒരു ഡോക്ടറേറ്റ് ഉള്ള ഒരാൾക്ക് ചിലപ്പം വേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ആവശ്യമല്ല മറ്റൊരാൾക്ക്. അപ്പോൾ അങ്ങനെ സമഗ്രമായി ചിന്തിക്കുന്ന വിവിധ സംസ്ഥാനത്തെ വിവിധ ഏജൻസികളെ സംയോജിപ്പിച്ചുകൊണ്ട് കായിക സംഘടനകൾ, ക്രിക്കറ്റ് അസോസിയേഷൻ, ഫുട്ബോൾ അസോസിയേഷൻ, അത്ലറ്റിക് അസോസിയേഷൻ, വോളിബോൾ അസോസിയേഷൻ, അല്ലെങ്കിൽ കയാക്കിംഗ് പോലുള്ള കാര്യങ്ങൾ, സാമുദായിക സംഘടനകൾ, ഇവരെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വിപുലമായ പുനരധിവാസ പ്രോജക്റ്റാണ് എക്സൈസ് എടുക്കുന്നത്. അതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും. ഇപ്പം നിലവിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം മയക്കുമരുന്നിന്റെ ഇൻഫോർമർ ആരാകാൻ പലർക്കും ആശങ്കയുണ്ട്. എന്നോട് തന്നെ പറഞ്ഞ ആളുകൾ ഫോൺ ചെയ്ത് ഒരു വിവരം കൊടുത്താൽ നാളെ ഈ മാഫിയ വളരെ ശക്തമായതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് സുരക്ഷിതത്വമെന്ന് ചോദിക്കുന്നവരുണ്ട്. ഈ ഒരു വിഷയത്തെ സംസ്ഥാന എക്സൈസ് അഡ്രസ് ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഒരു പോർട്ടൽ, മയങ്ങില്ല കേരളം ജനജാഗ്രത പോർട്ടൽ, ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സംസ്ഥാന എക്സൈസ് അത് ഓപ്പറേഷണലാക്കിയിരിക്കുകയാണ്. ജൂലൈ 1 മുതൽ അതിന്റെ പ്രവർത്തനം ആരംഭിക്കും എന്ന് പറഞ്ഞാൽ ഇനി മുതൽ ഫോൺ ചെയ്ത് പറയണ്ട, പോർട്ടലിൽ വിവരം നൽകാം.
ഇൻഫോർമേഷൻ മാത്രമല്ല, ഒരു ഗാർഡിയനായി പ്രവർത്തിക്കുന്ന ഇൻഫോമിംഗ് സിസ്റ്റം മാത്രമല്ല ഉള്ളത്. ഒരാൾക്കൊരു കൌൺസിലിംഗ് ആവശ്യമുണ്ട്, തീർച്ചയായിട്ടും ഈ പോർട്ടൽ രജിസ്റ്റർ ചെയ്യാം. നമ്മുടെ കൌൺസിലർമാർ, എക്സൈസ് കൌൺസിലർമാരും മറ്റ് കൌൺസിലർമാരെ അറേഞ്ച് ചെയ്ത് കൌൺസിലിംഗ് നടക്കും. ഒരാൾക്ക് ഡി അഡിക്ഷൻ വേണം, ഇതിൽ രജിസ്റ്റർ ചെയ്യാം. നമ്മുടെ ഡി അഡിക്ഷൻ സെന്ററുകളുടെ പ്രവർത്തനം അതിനായി ഉപയോഗപ്പെടുത്തും. അതോടൊപ്പം മറ്റ് സേവനങ്ങളും. അപ്പോൾ വളരെ ഇന്ത്യയിലെ ആദ്യത്തെ പോർട്ടലാണ്, ഇന്ത്യയിലെ ഒരു എൻഫോഴ്സ്മെന്റ് ഏജൻസി, ഒരു ഏജൻസി സമർപ്പിക്കുന്ന ആദ്യത്തെ ഇത്തരത്തിലുള്ള ഒരു പോർട്ടലാണ് സംസ്ഥാന എക്സൈസിന്റെ മൈങ്ങില്ല കേരളം ജനജാഗ്രതാ പോർട്ടൽ. അത് ജൂലൈ 1 മുതൽ അതിന്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അതോടൊപ്പം മറ്റ് പ്രവർത്തനങ്ങൾ, ഞങ്ങൾ എക്സൈസിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ സംസ്ഥാനത്ത് വ്യാജ കള്ളിനെ കുറിച്ചുള്ള നിരവധി പരാതികളുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഭക്ഷണം കഴിച്ച് ഭക്ഷ്യവിഷബാധ ബാധിച്ച് മരണമടഞ്ഞവരെ കുറിച്ചുള്ള വാർത്ത നമ്മൾ കോട്ടയത്ത് റിപ്പോർട്ട് ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ നിന്നും ബാറുകൾ പ്രവർത്തന സമയത്തിനു മുൻപ് തന്നെ തുറന്നു പ്രവർത്തിക്കുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവിടെയെല്ലാം ശക്തമായ ഇടപെടൽ എക്സൈസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ ശുദ്ധി എന്ന പേരിൽ വ്യാജ കള്ളിന്റെ പരിശോധന വളരെ കൃത്യമായി തന്നെ സംസ്ഥാന വ്യാപകമായി ആരംഭിച്ചിട്ടുണ്ട്. വ്യാജ കള്ള് പിടിച്ചെടുക്കാനും അതോടൊപ്പം തന്നെ ഭക്ഷ്യ വസ്തുക്കളുടെ സുരക്ഷ ഉറപ്പുവരുത്താനും ഒക്കെ തന്നെ എക്സൈസിന്റെ ഭാഗത്ത് ശ്രമം ഉണ്ടാവുകയാണ്. വളരെ കൃത്യമായ ആ മേഖലയിൽ ഇടപെടൽ നടത്തി വ്യാജ കള്ളിനെ കേരളത്തിൽ നിന്ന് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം ഉറപ്പുവരുത്താൻ പോവുകയാണ്. ബാറുകളെ സംബന്ധിച്ചും കൃത്യമായ പ്രവർത്തന സമയം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എക്സൈസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ചെക്ക് പോസ്റ്റുകളിലെ നിരവധി പരാതികൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചെക്ക് പോസ്റ്റുകളിൽ പരിശോധനയില്ലാതെ കടന്നുപോകുന്നു എന്നുള്ള മാധ്യമ വാർത്തകളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് സംസ്ഥാന എക്സൈസ് കമ്മീഷണറുടെ ശ്രദ്ധയിൽ അദ്ദേഹം ആ വിഷയത്തിൽ സംസ്ഥാന ഫോഴ്സ് തന്നെ അതിൽ ഇടപെടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ വിന്യസിച്ച് ചെക്ക് പോസ്റ്റുകളുടെ ഉൾപ്പെടെ സുരക്ഷ ഉറപ്പുവരുത്തി അഴിമതിരഹിതമായി മുന്നോട്ട് പോകാനുള്ള പദ്ധതിയാണ് സംസ്ഥാന എക്സൈസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് കാര്യങ്ങളും ഇതിനുശേഷം ചോദ്യങ്ങൾക്ക് ശേഷം വിശദീകരിക്കാം. ഇതാണ് എക്സൈസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇന്നത്തെ ലോക മയക്കുമരുന്ന് ദിനവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ കാര്യം. ബ്രീഫിംഗ്. സ്റ്റേറ്റ് കെമിക്കൽ എക്സാമിനേഷൻ ലാബോറട്ടറിക്ക് കായംകുളത്താണ് അതിന്റെ പ്രപ്പോസൽ വന്നത്. ഞങ്ങളിവിടെ സ്ഥലം കണ്ടെത്തി, അവിടെ നിലവിൽ ഒരു സ്പേസ് ഉള്ളൊരു സ്ഥലത്ത് ആണ് വന്നിരിക്കുന്നത്. തീർച്ചയായും സർക്കാരിന്റെ നയം, ഈ സർക്കാർ അധികാരത്തിൽ വന്നത് ഐക്യജനാധിപത്യ മുന്നണിയുടെ, കോൺഗ്രസിനെയും ഐക്യജനാധിപത്യ മുന്നണിയും പ്രകടന പത്രിക മുൻനിർത്തിയാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. ജനങ്ങൾ വോട്ട് ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. മദ്യത്തിന്റെ വ്യാപനം കുറച്ചുകൊണ്ടുവരിക എന്നത് തന്നെയാണ് ഈ ഗവൺമെന്റിന്റെ നയം. പക്ഷെ ഔദ്യോഗികമായ അബ്കാരി നയം തീർച്ചയായിട്ടും ഈ സമ്മേളനത്തിന് ശേഷം സംസ്ഥാന മുഖ്യമന്ത്രി തല നിയമസഭയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അബ്കാരി പോളിസി കൊണ്ടുവരുമെന്നതിനെക്കുറിച്ച് എക്സൈസ് വകുപ്പ് ഈ നിയമസഭാ സമ്മേളനത്തിന് ശേഷം അതിന്റെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ തുടങ്ങും. എക്സൈസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് എല്ലാം ചർച്ച നടത്തും. മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങൾ, വിവിധ റെസ്റ്റോറന്റ് അസോസിയേഷൻസ് ഉണ്ട്, ബാർ തൊഴിലാളികളുണ്ട്, സമൂഹത്തിലെ എല്ലാ മേഖലയിൽപ്പെട്ട ആളുകളുമായി ചർച്ച ചെയ്ത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്രാഫ്റ്റ് തീർച്ചയായിട്ടും തയ്യാറാക്കപ്പെടും. ആ ഡ്രാഫ്റ്റുമായി ബന്ധപ്പെട്ട് ഞാനിപ്പം എക്സൈസ് മന്ത്രി എന്നതിനപ്പുറത്ത് UDFന്റെ ഒരു നേതാവെന്ന നിലയിൽ UDFന്റേതായ തരത്തിലുള്ള ചർച്ചകളും ഉണ്ടാവും. എന്നാണെങ്കിലും ഒരു വളരെ കൃത്യമായ കേരള സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രോഗ്രസീവായ ഒരു നയമായിരിക്കും വരുന്നതെന്ന പ്രതീക്ഷയാണുള്ളത്. ഉറപ്പായി അത്തരമൊരു നയമായിരിക്കും വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ട് നിലപാട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് നാളെ ഇത്തരമൊരു വിൽപ്പന ഉണ്ടാവുകയാണെങ്കിൽ നിലവിൽ വരാൻ പോകുന്ന സെയിൽ ടാക്സ് എന്നാണ് അദ്ദേഹം നിയമസഭയ്ക്കുൾ പ്രഖ്യാപിച്ചത്. വളരെ കൃത്യമാണ് ആ കാര്യത്തിലെ നിലപാട്. കേരളത്തിൽ മദ്യവിൽപ്പന, ഏത് തരത്തിലുള്ള മദ്യവിൽപ്പനയെ സംബന്ധിച്ചും അന്തിമ വാക്ക് പോളിസിയാണ്. ആ പോളിസി വന്നതിന് ശേഷം മാത്രമേ അത്തരം വിൽപ്പനയൊക്കെ സംബന്ധിക്കുന്ന അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്ന് തന്നെയാണ് എനിക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. അതാണ് സർക്കാരിന്റെ നയമെന്നാണ് സംസ്ഥാന മുഖ്യമന്ത്രി കേരള നിയമസഭയിൽ പ്രഖ്യാപിച്ചത്. ഒരു യഥാർത്ഥത്തിൽ എങ്ങനെയാണ് കേരളത്തിൽ അതിന്റെ നാൾവഴികളൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ പറയട്ടെ, സംസ്ഥാനത്ത് ലോ ആൽക്കഹോളിക് ബിവറേജസ് എന്ന് പറയുന്ന ആശയം തന്നെ, സങ്കല്പം തന്നെ കൊണ്ടുവന്നത് 2022 LDF ഗവൺമെന്റിന്റെ അബ്കാരി നയമാണ്. അപ്പൊ അതിലെ പാരഗ്രാഫ് നമ്പർ 25 ലൂടെയാണ്
ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ട് സൂചിപ്പിച്ചുകൊണ്ട് ലോ ആൽക്കഹോളിക് ബിവറേജ് എന്നൊരു കാഴ്ചപ്പാട് കൊണ്ടുവന്നത്. അന്ന് 2023 ഇറങ്ങിയ ഗവൺമെന്റ് ജിഒ പ്രകാരം ലോ ആൽക്കഹോളിക് ബിവറേജ് ആക്ട് കേരള അബ്കാരി റൂൾസിനെ അമെന്റ് ചെയ്ത് സെക്ഷൻ 3A ഉൾപ്പെടുത്തി. സെക്ഷൻ 3A പ്രകാരമാണ് ലോ ആൽക്കഹോളിക് ബിവറേജ് എന്ന് പറയുന്ന ഒരു ഫ്രേസ് തന്നെ കേരളത്തിൽ അബ്കാരി നിയമത്തിൽ വരുന്നത്. അതിനുശേഷം 2025 ഇറക്കിയ അടുത്ത നോട്ടിഫിക്കേഷനിലൂടെ അപ്പൊ ഈ ലോ ആൽക്കഹോളിക് ബിവറേജിന്റെ വീര്യം 0.5 to 20 VV ആണ്. അതിനുശേഷം 2025 ജിയോയിലൂടെ 20% മുതൽ 30% വരെ വീര്യമുള്ള പുതിയൊരു മദ്യത്തിന്റെ സങ്കല്പം കൊണ്ടുവന്നു. അത് പഴങ്ങളിലൂടെ ഉത്പാദിപ്പിക്കുന്നതാണ്, ഹോർട്ടി വൈൻസ് ആൻഡ് ഹോർട്ടി ലിക്വർ. ഇവിടെ ലോ ആൽക്കഹോളിക് ബിവറേജുമായി ബന്ധപ്പെട്ട് വാർത്തകൾ ഉയർന്നു വന്നപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞത്, പഴങ്ങളിൽ നിന്നും വീര്യം ഈ മദ്യം ഉത്പാദിപ്പിക്കുന്ന കർഷകരെ സഹായിക്കുന്ന ഒരു നയമാണെന്നാണ്. ഇവിടെ സെയിൽ ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉയർന്നു വന്നു. അത്തരം ഒരു വൈൻസിന്റെ കാര്യത്തിലാണോ? അത് 20 മുതൽ 30 ആണെങ്കിൽ ഇത് 0.5 മുതൽ 20 വരെയുള്ള ലോ ആൽക്കഹോളിക് ബിവറേജ് എന്ന പുതിയ ഒരു ഇംഗ്ലാണ്. അത് കൊണ്ടുവന്നതിന് LDF ആണ്. അതുമായി ബന്ധപ്പെട്ട നയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഈ ഗവൺമെന്റ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ, ബജറ്റ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണല്ലോ, ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ധനാഗമ മാർഗങ്ങളെ കുറിച്ചുള്ള ഒരു പോർഷനിൽ സെയിൽ ടാക്സിൽ ഫിക്സ് ചെയ്തു. പക്ഷെ അത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു അത് വിൽക്കാനുള്ളതല്ല. അത് സെയിൽ ടാക്സ് എന്ന് പറഞ്ഞാൽ നാളെ മദ്യനയം വന്ന് വിൽക്കുകയാണെങ്കിൽ ഉദ്ദേശിക്കുന്ന സ്ലാബ് ഇതാണ്. കാരണം LDFന്റെ സമയത്ത് അതിന്റെ ടാക്സ് 251% പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ അതിനെ നമ്മൾ കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഫിക്സ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ വിൽക്കാൻ തീരുമാനിച്ചിട്ടില്ല. വിൽക്കണമെന്നുണ്ടെങ്കിലൂടെ ഞാൻ പറഞ്ഞുതരാം. വിൽക്കണമെങ്കിൽ സംസ്ഥാനത്ത് ഒരു മദ്യോൽപ്പന്നം വിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ കസ്റ്റോഡിയൻ എന്നത് എക്സൈസ് കമ്മീഷണറാണ്. ഇവിടെ ഒരു നിയമമുണ്ട്, ദ രജിസ്ട്രേഷൻ ഓഫ് ബ്രാൻഡ്സ്. കേരളത്തിൽ രജിസ്ട്രേഷൻ ഓഫ് ബ്രാൻഡ് റൂൾസ് പ്രകാരം വിൽക്കണമെന്നാഗ്രഹിക്കുന്ന ഒരു കമ്പനി സംസ്ഥാന എക്സൈസ് കമ്മീഷണർക്ക് മുമ്പാകെ അപേക്ഷ നൽകി ആ അപേക്ഷയിൽ പ്രകാരം എക്സൈസ് കമ്മീഷണർ ബ്രാൻഡ് രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ എന്ത് നടക്കുകയുള്ളൂ? വിൽപ്പന നടക്കുകയുള്ളൂ. അതാണ് നിയമം. അങ്ങനെയല്ലേ കമ്മീഷണർ? അല്ല, ഞാൻ പറയട്ടെ, ആ നിയമം അതല്ലേ? ഇപ്പൊ വിൽപ്പന നടക്കണമെങ്കിൽ എന്ത് നടക്കണം? വിൽപ്പന നടക്കണമെങ്കിൽ എക്സൈസ് കമ്മീഷണർക്ക് മുമ്പാകെ വന്ന് ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യപ്പെട്ടെങ്കിലേ പറ്റുള്ളൂ. അതാണ് സംസ്ഥാന എക്സൈസ് വകുപ്പ് മന്ത്രി ഞാൻ പറഞ്ഞത്. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ നിലപാട് വ്യക്തമാണ്. ഇവിടെ സംസ്ഥാന എക്സൈസിന് മുമ്പാകെ എക്സൈസ് നയം വരുന്നതിന് മുൻപ് അത്തരമൊരു ബ്രാൻഡ് രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ വന്നാൽ എക്സൈസ് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ തീർച്ചയായിട്ടും അത് റിജക്ട് ചെയ്യണമെന്ന് നിർദ്ദേശം നൽകാനുള്ള അവകാശം എനിക്കുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അത് തീർച്ചയായിട്ടും ആ അധികാരത്തിന് അത് സംസ്ഥാന എക്സൈസ് വകുപ്പ് മന്ത്രിക്കും സംസ്ഥാന എക്സൈസ് കമ്മീഷന് മുമ്പായി എടുക്കാവുന്ന തീരുമാനമാണ്. അതിന് കൃത്യമായ നിയമങ്ങളുണ്ട്. അതുദ്ദേശിച്ച് തന്നെയാണ് മുഖ്യമന്ത്രി കൃത്യമായിട്ട് പറഞ്ഞത്, ഇവിടെ അബ്കാരി പോളിസി വന്നതിന് ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളുള്ളൂ. നാളെ പോളിസി വന്നാൽ അതൊരു ഡിബേറ്റബിൾ ആയ കാര്യം. ഇപ്പൊ എന്റെ നിലപാട് എന്താണെന്ന് ഞാൻ ഇവിടെ പരസ്യം പറയുമ്പോൾ 2 തരത്തിൽ സമൂഹത്തിൽ ചർച്ചകൾ നടന്നേക്കാം. ഇത് കൊണ്ടുവരുന്നതാണെന്ന് പറയുന്ന ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നവരുണ്ട്. അതല്ല, കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുമെന്ന് ചിന്തിക്കുന്നവരുടെ നിലപാടുണ്ടാവും. ഇപ്പൊ എന്റെ വ്യക്തിപരമായ നിലപാട് എന്താണെന്നുള്ളത് അതൊരു പോളിസിയിൽ പരസ്യമായി പറയേണ്ട ഒന്നല്ല. അത് ഡിബേറ്റബിൾ ആയ കാര്യമാണ്. അതിന് എനിക്ക് എന്റെ നിലപാടുണ്ട്, വ്യക്തിപരമായ നിലപാടാണ്. പക്ഷെ ആ നിലപാടിനപ്പുറത്ത് UDF അത് ചർച്ചയിലൂടെ ഔദ്യോഗികമായ നയം തീരുമാനിക്കപ്പെടുമ്പോൾ മാത്രമേ ഈ പറഞ്ഞതിലെല്ലാം തന്നെ എന്തുള്ളൂ, പ്രസക്തിയുള്ളൂ. അതാണ് സംസ്ഥാന മുഖ്യമന്ത്രി വളരെ കൃത്യമായി വ്യക്തമാക്കിയത്. എന്റെ ആദ്യം മുതലുള്ള നിലപാടുകൾ ഞാൻ പലപ്പോഴും കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ വളരെ കൃത്യമായ നിലപാട് ആ കാര്യത്തിലുണ്ട്. മദ്യനയം വന്നതിന് ശേഷം മാത്രമേ ഇത്തരം കാര്യത്തിൽ UDF ഒരു മുന്നണി അധികാരത്തിൽ വന്നു. ഇവിടെ ജനങ്ങൾക്ക് മുമ്പിൽ കൊടുത്ത വാഗ്ദാനങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂട്ടായ ചർച്ചയിലൂടെ ഒരു പോളിസി പ്രഖ്യാപിക്കപ്പെടും. ആ പോളിസിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ തീരും. ഇത് വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളുടെ പ്രസക്തിക്ക് അപ്പുറത്ത് UDF എടുക്കുന്ന നിലപാട്, കോൺഗ്രസ് പാർട്ടിയുടേതായ നിലപാട്, ഇതൊക്കെയാണ് എന്നെ സ്വാധീനിക്കുന്ന കാര്യം ഞാൻ പറയാനാക്കി. അദ്ദേഹം പറഞ്ഞതിൽ എന്താ തെറ്റ്? അദ്ദേഹം പറഞ്ഞതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ജനാധിപത്യ സമൂഹമാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ വ്യത്യസ്ത ആശയങ്ങൾ ഉയർന്നു വരും. അതിലൂടെയാണ് തീരുമാനം ഉണ്ടാകുന്നത്. ചിലപ്പോൾ ഒരു തീരുമാനം എത്തുമ്പോൾ ഡിസെന്റ് വിത്ത് നമ്മൾ എഗ്രീഡ് വിത്ത് ഡിസെന്റ് നിലപ്പോൾ പറയാറുണ്ട് എന്നൊക്കെ പറയുന്നവരാണ് പല പോളിസികളെ സംബന്ധിക്കുന്നത്. ഇപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നതിൽ എന്താണ് തെറ്റ്? അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ട് നിയമസഭയ്ക്ക് അത് പറഞ്ഞു, വിൽക്കാനായിട്ടുള്ള ഇതല്ല. ഇങ്ങനെയൊരു പോളിസി വരികയാണെന്നുണ്ടെങ്കിൽ
വിൽക്കാനുള്ള സ്ലാബ് ഇതാണ് എന്ന് പറഞ്ഞു. അതൊരു ഭരണപരമായ തീരുമാനം എന്നുള്ളതേ ഉള്ളൂ. അല്ല, അത് വ്യക്തമല്ലേ? അത് നിയമസഭാ പ്രസംഗത്തിൽ തന്നെ വ്യക്തമാക്കുന്നതല്ലേ? GST സംസ്ഥാനത്ത് ഒരു GST സെല്ലിംഗ് സെയിൽ ടാക്സ് ഏർപ്പെടുത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു ബജറ്റ് രഹസ്യമാണ്. സംസ്ഥാന മുഖ്യമന്ത്രി പ്രസംഗത്തിന് കേരളത്തിന്റെ ചരിത്രത്തിൽ ഏത് നികുതി ഏർപ്പെടുത്താൻ പോകുന്നതെന്ന് എത്ര ശതമാനം നികുതി ഏർപ്പെടുത്താൻ ഞാനൊന്ന് പറയട്ടെ, ഞാൻ പൂർത്തീകരിക്കട്ടെ, ദയവായി ഞാൻ പൂർത്തീകരിക്കട്ടെ. സംസ്ഥാനത്തൊരു ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഇത്ര ശതമാനമാണ് നികുതി ഏർപ്പെടുത്തുന്നത് എന്ന് ഏതെങ്കിലും വല്ല വകുപ്പ് മന്ത്രിമാരോടും പറയാറുണ്ടോ? അതിന്റെ ആവശ്യമുണ്ടോ? അതെന്താ മനസ്സിലാക്കാത്തത്? പക്ഷെ ഞാനിതിന്റെ എക്സിക്യൂഷൻ സൈഡിലേക്ക് പറഞ്ഞു. അപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ അത്തരത്തിൽ വലിയ ചർച്ചയുടെ പ്രശ്നം. GST വകുപ്പിനെ സംബന്ധിച്ചും ധനവകുപ്പിനെ സംബന്ധിച്ചും വരുമാനം ലഭിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ ഇത് തമ്മിൽ കൂട്ടിക്കെട്ടണ്ട. വിൽപ്പന എന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യമാണ്. മറ്റേതൊരു ഫിനാൻഷ്യൽ ഡിസിഷനാണ്. അതും ഒരു പോളിസി ഡിസിഷൻ തമ്മിൽ കൂട്ടിക്കെട്ടണ്ട. അല്ല, ഞാൻ പറഞ്ഞത് ഞാൻ വ്യക്തമാക്കി എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൽ കൂടുതൽ അതിൽ വിശദീകരിക്കാൻ അർത്ഥമില്ല. താങ്കൾക്ക് അതിൽ ഭിന്നാഭിപ്രായമില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അത് ഡിസൈഡ് ചെയ്യാം. അദ്ദേഹം ധനകാര്യമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഡിസൈഡ് ചെയ്യാം. താങ്കളോട് അത് പറയേണ്ട എന്നുള്ളത്. താങ്കൾ ഇന്നലെ തിരുവല്ലയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. സാധാരണക്കാരായ ജനങ്ങൾ കൂടി വോട്ട് ചെയ്ത് അധികാരത്തിൽ വന്ന ഒരു സർക്കാരാണ്. അങ്ങനെയാണ് 102 സീറ്റ്. അതല്ലേ പോളിസി? ഓക്കെ, പറയട്ടെ. സീറ്റ് കിട്ടിയെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന് ശേഷം താങ്കൾക്കുള്ള അല്ലെങ്കിൽ ഒരു വിയോജിപ്പ് ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയെ അല്ല, നിങ്ങൾ ഇങ്ങനെ ഇത് വരികൾ നിങ്ങളുടെ പദാവലികൾ ദയവായി എന്റെ നാവിലേക്ക് തിരികാതിരിക്കുക. വിയോജിപ്പ് എന്ന് ഞാൻ പറഞ്ഞു എവിടെങ്കിലും അത് നിങ്ങൾക്ക് ഊഹിക്കുന്ന കാര്യങ്ങൾ. ഞാൻ എന്റെ പൊസിഷൻ വളരെ കൃത്യമാണ്. കേരളത്തിൽ ഈ ഗവൺമെന്റിനെ നിങ്ങൾ ആ LDF സർക്കാർ ഇറക്കിയിരിക്കുന്ന നോട്ടിഫിക്കേഷൻ വായിക്കണം. ഓൺ ദി ബേസിസ് ഓഫ് അബ്കാരി പോളിസി 2022 വി ആർ ഇഷ്യൂയിങ് ദിസ് നോട്ടിഫിക്കേഷൻ എന്നാണ് 20 മുതലേ നോട്ടിഫിക്കേഷൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ പോളിസി എന്ന് പറഞ്ഞാൽ ലോ ആൽക്കോളിക് ബ്യൂറേസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതേ കാര്യം മെൻഷൻ ചെയ്തിട്ടാണ് ഹോട്ടി ലിക്കറും ഹോട്ടി വൈൻസും പറയുന്നത്. അപ്പൊ എക്സൈസ് വകുപ്പ് മന്ത്രിയെ ഞാൻ പറയുന്നു, ഇവിടെ വിൽക്കണോ എന്നുള്ള തീരുമാനം കൃത്യമായി എന്തിന്റെ അടിസ്ഥാനത്തിലാവണം? അബ്കാരി പോളിസിയുടെ അടിസ്ഥാനത്തിലാവണം. അബ്കാരി പോളിസി ഇതുവരെ എന്ത് ചെയ്യപ്പെട്ടിട്ടില്ല, തീരുമാനിക്കപ്പെട്ടിട്ടില്ല. അതിന്റെ ചർച്ചകൾ, പ്രാഥമിക ചർച്ചകൾ എക്സൈസ് വകുപ്പ് തുടങ്ങുന്നു. UDF ഉൾപ്പെടെ ചർച്ച നടക്കും. അബ്കാരി പോളിസി വരുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ഇതിന് ഏത് സമയത്ത് വിൽപ്പനാനുമതിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതുള്ളൂ. ബാക്കിയൊക്കെ തന്നെ ഒരു ഫിനാൻഷ്യൽ തീരുമാനം എന്നതിനപ്പുറത്ത് വിൽക്കാനുള്ള ലൈസൻസ് അല്ല. അതാണ് ഞാൻ ഇവിടെ കൃത്യമായി പറയുന്നത്. വിൽക്കാനുള്ള ലൈസൻസ് അല്ല. അബ്കാരി പോളിസി വരാതെ എക്സൈസ് മന്ത്രി എന്ന നിലയിൽ എന്റെ മുമ്പിൽ ഇത് വിൽക്കാനുള്ള ഒരു അപേക്ഷ വന്നാൽ അത് ഡിനേ ചെയ്യുക എന്നുള്ളതാണ് സ്വാഭാവികമായും. അല്ലാതെ അബ്കാരി പോളിസി വന്നിട്ടില്ല. അബ്കാരി പോളിസി വന്നിട്ടേ പറ്റുകയുള്ളൂ എന്നാണ് CM പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ വ്യക്തമല്ലേ കാര്യങ്ങൾ? പിന്നെയും നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നതിന് എന്താണ് അർത്ഥം? പിന്തുടരുന്നില്ലല്ലോ. അല്ല, എന്താണ് പ്രവീണ, നിങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഇതുവരെ മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഖേദകരമാണ്. വിൽക്കുക ഞങ്ങൾക്ക് മനസ്സിലാകുന്നതുകൊണ്ടാണ് താങ്കളോട് എനിക്ക് അപ്പൊ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞില്ലേ, വിൽക്കാൻ കഴിയില്ല. നിലവിൽ ഇവിടെ നികുതി വന്നതുകൊണ്ട് മാത്രം വിൽക്കാൻ കഴിയില്ല. വിൽക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സാധനത്തിനാണോ നികുതി? അതൊന്നും ഇവിടെ നികുതി ഉണ്ടല്ലോ. ഞാൻ സത്യത്തില് വെറുതെ യഥാർത്ഥത്തിൽ ഞാൻ ആലോചിക്കുമായിരുന്നു. ഇവിടെ നിലവിൽ വിൽപ്പന നികുതി ഉണ്ട്. 251% വിൽപ്പന, ഞാൻ പറയട്ടെ, വിൽപ്പന നികുതിയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇവിടെ ഈ ലോ ആൽക്കോളിക് ബിവറേജ്. ഇവിടെ ആ വിൽപ്പന നികുതി വിൽക്കാൻ അനുമതി ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് തീരുമാനിച്ചു. വിൽക്കാൻ അനുമതി ഇല്ല നിലവിൽ. മനസ്സിലായില്ലേ? കേരളത്തിൽ UDFന്റെ അബ്കാരി പോളിസി നിലവിൽ വരുമ്പോൾ മാത്രമാണ് വിൽക്കാൻ അനുമതി ഉള്ളത് എന്നുള്ളതാണ് എന്റെ ബോധ്യം. വളരെ കൃത്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്റെ ബോധ്യം അതാണ്. എന്റെ മുമ്പിലുള്ള അബ്കാരി റൂൾസ് പ്രകാരം, രജിസ്ട്രേഷൻ ഓഫ് ബ്രാൻഡ്സ് ഇൻ കേരള റൂൾസ് പ്രകാരം ഇവിടെ ഒരു തുള്ളി മദ്യം വിൽക്കണമെങ്കിൽ ആ മദ്യവിൽപ്പനയ്ക്ക് വേണ്ടിയുള്ള പെർമിറ്റിന് സംസ്ഥാന എക്സൈസ് കമ്മീഷണർക്ക് അപേക്ഷ കൊടുക്കണം. ആ സംസ്ഥാന എക്സൈസ് കമ്മീഷണർക്ക് മുമ്പായി അപേക്ഷ കൊടുത്ത് ബ്രാൻഡ് രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ വിൽപ്പന നടക്കുകയുള്ളൂ. കഴിഞ്ഞ ഗവൺമെന്റിന്റെ സമയത്ത് തന്നെ ഈ പറഞ്ഞ പ്രോഡക്റ്റുകൾ ഈ മിലിറ്ററി ക്യാന്റീനുകൾ വിൽക്കാൻ എനിക്ക് കിട്ടിയ വിവരം അങ്ങനെയാണ്. വിൽക്കാൻ വേണ്ടി ബ്രാൻഡ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞ ഗവൺമെന്റിലാണ്. എന്നിട്ട് വിൽപ്പന നികുതി കുറഞ്ഞതായതുകൊണ്ട് ക്യാന്റീനുകളിൽ വിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് രജിസ്ട്രേഷൻ
എന്നത് ഈ ആർമി ക്യാന്റീനുകളിലും മറ്റും ഈ ഇത്തരം ക്യാന്റീനുകൾ വിൽക്കാനുള്ള ബ്രാൻഡിങ് അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ വിൽപ്പനയ്ക്ക് വേണ്ടി ഒരു ബ്രാൻഡ് രജിസ്ട്രേഷന് ഒരു അപേക്ഷ സംസ്ഥാന എക്സൈസ് വകുപ്പിന് മുമ്പിൽ വന്നാൽ സംസ്ഥാന എക്സൈസ് മന്ത്രി എന്ന നിലയിൽ എന്റെ പോളിസി വ്യക്തമാണ്. അതിന് അനുമതി നിഷേധിക്കുക എന്നുള്ളത് തന്നെയാണ് എന്റെ നിലപാട്. അല്ല, അങ്ങനെ മുഖ്യമന്ത്രി അങ്ങനെ മോഹൻ പറഞ്ഞില്ലല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞത് അബ്കാരി പോളിസി, ഞാൻ പറഞ്ഞ കാര്യം വ്യക്തമല്ലേ. അബ്കാരി പോളിസിയിൽ അങ്ങനെയാണെങ്കിൽ, ഇപ്പൊ അബ്കാരി പോളിസിയിൽ അങ്ങനെയാണ്, അബ്കാരി പോളിസി ഭാവി വരുമ്പോ അങ്ങനെയാണെങ്കിൽ അത് നടക്കും. അബ്കാരി പോളിസി എന്താണെന്ന് ഇതുവരെ തീരുമാനിക്കപ്പെട്ടിട്ടില്ല. അത് തീരുമാനിക്കട്ടെ, അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. അബ്കാരി പോളിസി വരുന്നതിന്, അതുകൂടെ പറയാം, അബ്കാരി പോളിസി വരുന്നതിന് മുൻപാണ് ഒരു അപേക്ഷ വരുന്നതെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എന്റെ അതിന് വ്യക്തമായ നിലപാടാണ്. എന്താണ്, ഞാൻ എന്റെ ഇൻസ്ട്രക്ഷൻ അത് റിജക്ട് ചെയ്യുക എന്നത് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇനി ഈ കാര്യത്തിൽ മറുപടി ഇല്ല. പ്ലീസ് നമ്മൾ ഇന്നത്തെ ഈ ആന്റി നാർക്കോട്ടിക് ഡേയിൽ ഒരൊറ്റ കാര്യം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നതാണ്. ഇത്രയേ ഉള്ളൂ. എക്സൈസ് മന്ത്രിക്ക് ഇത് ബോധ്യമായി, ശരിയാണ്. സാധാരണക്കാർക്ക് ഇത് ബോധ്യമാകുന്നില്ല. അതുകൊണ്ടാണ് എങ്കിൽ പിന്നെ അങ്ങനെ ഒരു മദ്യനയം വന്നതിന് ശേഷം ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞാൽ അത് നിങ്ങളുടെ ഈ ബജറ്റ് മാറ്റി വെക്കണമെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ഈ സംസ്ഥാന ബജറ്റ്, റിവേഴ്സ്ഡ് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ ബജറ്റുമായി ബന്ധപ്പെട്ട ഒരു നികുതി നിർദ്ദേശത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന ധനകാര്യ വകുപ്പ് ഒരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ബജറ്റ് എങ്കിൽ 6 മാസം കഴിഞ്ഞെന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ ബജറ്റ് ഇപ്പം വന്നുകൊണ്ട് അതിലൊരു ധനാഗമ മാർഗങ്ങളെ കുറിച്ച് ഒരു പോർഷൻ ഉണ്ടായെന്ന് കണക്കാക്കിയ പോരെ? നിങ്ങളതിനെ എന്താണ് വില നിർത്തി കാണുന്നത്? നയം ഉണ്ടാവില്ല, അതല്ലേ നയം വരുന്നത്. അബ്കാരി നയത്തിൽ വരുമല്ലോ. ബാറിന്റെ സമയം കുറിച്ച് ചർച്ചയുണ്ടാവും. പിന്നെ സംസ്ഥാനത്തെ ബിവറേജസ് ഔട്ട്ലെറ്റുകളുടെ നിലവാരത്തെക്കുറിച്ചുള്ള പരാമർശം ഉണ്ടാവും. ബാറുകളുടെ നിലവാരത്തെക്കുറിച്ച് പരാമർശം ഉണ്ടാവും. പിന്നെ എഡ്യൂക്കേഷനെ സംബന്ധിച്ച് പരാമർശം ഉണ്ടാവും. എല്ലാ കാര്യവും അബ്കാരി നയം, UDFന്റെ അബ്കാരി നയം വളരെ കോംപ്രഹെൻസീവായ ഒന്നായിരിക്കും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. സംസ്ഥാന എക്സൈസ് മന്ത്രി ഞാൻ കരുതുന്നത് അങ്ങനെയാണ്. അങ്ങനെ ആയിരിക്കും വരാൻ പോകുന്നത്. അതെല്ലാം നയം വരട്ടെന്ന്, നയം വരട്ടെ. നയത്തിലല്ലേ ചർച്ച പറയേണ്ടത് കൃത്യമായി. എന്റെ നിലപാട് ഞാൻ ചോദിക്കട്ടെ, അത് ശരിയാണോ? എന്റെ നയത്തില് ഞാനൊരു എക്സൈസ് ഓഫീസ് മന്ത്രിയായിട്ട് നിൽക്കുമ്പോൾ ഡിബേറ്റബിളായ ഒരു സബ്ജക്റ്റിൽ പല അഭിപ്രായങ്ങളുള്ളവരില്ലേ. ചിലർ പറയും ഇങ്ങനെ വേണം, ചിലർ പറയും ഇങ്ങനെ പറയും. ഞാൻ തന്നെ നേരത്തെ എന്റെ അഭിപ്രായം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് മുൻവിൽ സൃഷ്ടിക്കുന്ന അർത്ഥമുണ്ട്. എനിക്ക് എന്റെ വ്യക്തമായ നിലപാടുണ്ട്. ആ നിലപാടെന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പം മുതൽ പ്രവർത്തിച്ചു വരുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ആദർശങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ മത്സരിച്ച കോൺഗ്രസ് പാർട്ടിയുടെയും എനിക്ക് വിജയിപ്പിച്ച മുന്നണിയുടെയും തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് എന്റെ നിലപാട്. അത് ഞാൻ ഇവിടെ വെച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ജവാന്റെ കാര്യത്തിൽ, ജവാൻ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മദ്യമാണ്. ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് തിരുവല്ലയിലെ ട്രാവൻകൂർ ഷുഗേഴ്സിലാണ്. ഞാൻ സംസ്ഥാന എക്സൈസ് മന്ത്രിയെ ചുമതലയേറ്റതിനു ശേഷമുള്ള കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ബിവറേജ് കോർപ്പറേഷനിൽ നടന്ന മീറ്റിംഗിലൂടെ എനിക്ക് മനസ്സിലായ കാര്യം, ഇതൊക്കെ മനസ്സിലാക്കിയും കൂടിയാണല്ലോ പോകുന്നത്. ബിവറേജ് കോർപ്പറേഷന്റെ ഡയറക്ടർ ബോർഡ് തന്നെയാണ് ട്രാവൻകൂർ ഷുഗേഴ്സിനും മലബാർ ഡിസ്റ്റിലറീസിനും. 2 ഡിസ്റ്റിലറികളുടെ ചുമതല അങ്ങനെയാണ്. ട്രാവൻകൂർ ഷുഗേഴ്സിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ റിപ്പോർട്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് ജൂൺ മാസം 11-ാം തീയതി ഞാൻ മാധ്യമങ്ങളിലൂടെ കണ്ടത് ട്രാവൻകൂർ ഷുഗേഴ്സിന്റെ പ്രവർത്തനം നിലച്ചു എന്ന വാർത്തയാണ്. ആ വാർത്ത വന്നതിന്റെ അടുത്ത ദിവസം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റ് മീറ്റിംഗ് വിളിച്ചു ചേർത്തു. ആ മാനേജ്മെന്റ് മീറ്റിംഗിൽ ബിവറേജ് കോർപ്പറേഷന്റെ MD, അതായത് ട്രാവൻകൂർ ഷുഗേഴ്സിന്റെയും MDയും ട്രാവൻകൂർ ഷുഗേഴ്സിന്റെ ഡെപ്യൂട്ടി മാനേജർ ചുമതല വഹിക്കുന്ന ആളും എക്സൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും അടങ്ങുന്ന ടാക്സ് സെക്രട്ടറിയും അടങ്ങുന്ന മീറ്റിംഗ് ആയിരുന്നു. ടാക്സ് ജോയിന്റ് സെക്രട്ടറി. ഞാനതിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടു. അതിന്റെ റിപ്പോർട്ട് പ്രകാരം എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ട്രാവൻകൂർ ഷുഗേഴ്സിൽ 2 തരം ജവാൻ പ്രോഡക്റ്റാണ് വിൽക്കുന്നത്. ഒന്ന് 1000 ml ബോട്ടിലും 2 750 ml ബോട്ടിലുമാണ് അവിടെ വിറ്റുകൊണ്ടിരുന്നത്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് ഒരു മാസം മുമ്പ് ഏപ്രിൽ മാസം 20-ാം തീയതി തന്നെ 750 ml പ്രൊഡക്ഷൻ, അവിടെ 6 കൺവെയർ ബെൽറ്റുകളാണുള്ളത്, അതിൽ 750 ml പ്രൊഡക്ഷൻ നിലച്ചിരുന്നു. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിന് 3 മാസം മുമ്പേ ടെൻഡർ കഴിഞ്ഞു ഇതിന്റെ. പക്ഷെ പുതുക്കിക്കൊണ്ട് വന്നെങ്കിലും അവസാനം പിന്നീട് ആ ടെൻഡറിലുള്ള ആളുകൾക്ക് സപ്ലൈ ചെയ്യാൻ സാധിച്ചില്ല. അവിടെ 750 ml കുപ്പികളില്ലാത്തതിനാൽ കഴിഞ്ഞ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന 1 മാസം മുമ്പേ 750 ml പ്രൊഡക്ഷൻ അവിടെ നിലച്ചിരുന്നു. പിന്നീട് ഈ മാസം 11-ാം തീയതി വരെ മുന്നോട്ട് കൊണ്ടുവരുന്ന 1000 ml ബോട്ടിലിന്റെ പ്രൊഡക്ഷനാണ്.
1000 ml ബോട്ടിലിന് അവിടെ ഇവർ വയ്ക്കുന്ന കാർട്ടൺ ബോക്സും ഇതുമായിട്ട് ഒട്ടിക്കുന്ന സ്റ്റിക്കറുകളുടെയും ഷോർട്ടേജ് കാരണം ഉൽപാദനം നിലച്ചു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഉൽപാദനം നിലച്ച് 3 ദിവസത്തിന് ശേഷം മാധ്യമങ്ങളിലൂടെയാണ് സംസ്ഥാന എക്സൈസ് വകുപ്പിന് ഉൾപ്പെടെ ഈ വിവരം ലഭിക്കുന്നത്. ഗുരുതരമായ വീഴ്ചയാണ്. ഞാൻ ആ ഒരു കാര്യത്തിൽ ഞാൻ വളരെ കൃത്യമായ ആദ്യം തന്നെ പറഞ്ഞു, ജവാന്റെ ഉൽപാദനം നിലച്ചത് വളരെ ഗുരുതരമായ വീഴ്ചയാണ്. അവിടെ റവന്യൂ നഷ്ടം ഉണ്ടാവും. കാരണം ഒരു ദിവസം ഏകദേശം 9,000 മുതൽ 12,000 ബോട്ടിൽ വരെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു യൂണിറ്റിന്റെ പ്രവർത്തനം ഈ ഗവൺമെന്റ് വരുന്നതിന് ഒരു മാസം മുമ്പേ 1000 ബോട്ടിൽ നിലച്ചു. അതാർക്കും പുനഃസ്ഥാപിക്കുന്ന നടപടിയില്ല. അതിനുശേഷം പിന്നെ 750 നിലച്ചു, പിന്നീട് 1000-ന്റെയും പിന്നീട് നിലയ്ക്കുന്നു. വീഴ്ചയാണ്. ഞാൻ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് 2 ലക്ഷ്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ അപ്പോൾ ഉള്ളത്. ഒന്ന്, അടിയന്തരമായ ഉൽപാദനം പുനഃസ്ഥാപിക്കണം. 2, ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത്തരം ഒരു ക്രൈസിസ് ഉണ്ടാകരുത്. 3, ഇതുമായി ബന്ധപ്പെട്ട റവന്യൂ നഷ്ടം ഉൾപ്പെടെ കണക്ക് കൂട്ടണം. ഇതിന് വീഴ്ച കുറ്റക്കാരായിരിക്കുന്നവരുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ലഭിക്കണം. ഞാൻ ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട് ടാക്സ് സെക്രട്ടറി ചുമതലപ്പെടുത്തി, അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ടാക്സ് സെക്രട്ടറി ചുമതലപ്പെടുത്തി അന്വേഷിക്കാൻ ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ 1, നഷ്ടം, റവന്യൂ നഷ്ടം; 2, ഇതുമായി ബന്ധപ്പെട്ട വീഴ്ചകൾ; 3, ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ ഒരു കമ്പനിയുടെ മാനേജ്മെന്റ് എങ്ങനെ ഫലപ്രദമായി കൊണ്ടുപോകാം; പിന്നെ അടിയന്തരമായ ഉൽപാദനം പുനരാരംഭിക്കുക. ഇതിന്റെ റിപ്പോർട്ട് ഞാൻ വെയിറ്റ് ചെയ്യാം. കഴിഞ്ഞ ദിവസം 25-ാം തീയതി ഇന്നലെ അതിന്റെ പ്രൊഡക്ഷൻ ആരംഭിച്ചു. 1000 ml ബോട്ടിലുകളുടെ ഞാൻ ഇന്നലെ അവിടെ സന്ദർശിച്ചു. അവിടുത്തെ തൊഴിലാളികളുമായും ജീവനക്കാരുമായും പ്രധാനപ്പെട്ട ആളുകളുമായും എല്ലാവരുമായും സംസാരിച്ച് അതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മാനേജ്മെന്റ്, അതായത് ഈ ട്രാവൻകൂർ ഷുഗേഴ്സ് ഒക്കെ പോലെയുള്ള ഒരു കമ്പനിയുടെ ഡെപ്യൂട്ടി മാനേജർ സ്ഥാനത്തേക്കൊക്കെ തന്നെ ഒട്ടും പ്രൊഫഷണലായിരിക്കുന്ന ആളുകളെ അല്ല നിയമിക്കപ്പെട്ടിട്ടുള്ളത്. ഞാനത് പറയുന്നതിനകത്ത് എനിക്ക് ബുദ്ധിമുട്ടൊന്നും തന്നെയില്ല. മലബാർ ഡിസ്റ്റിലറീസിന്റെ അവിടെ ഒരു വെയർഹൌസിംഗ് കോർപ്പറേഷന്റെ ജനറൽ മാനേജർ, അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനാണ്. തിരുവല്ലയിലെ വെയർഹൌസിംഗ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥൻ ട്രാവൻകൂർ ഷുഗേഴ്സിനെ നിയന്ത്രിക്കുന്നു. ചിറ്റൂരിലെ ഒരു വെയർഹൌസിംഗ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥൻ മലബാർ ഡിസ്റ്റിലറീസിനെ നിയന്ത്രിക്കുന്നു. ഇതൊക്കെയാണ് സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട ധനകാര്യ റവന്യൂ തന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളുടെ തലപ്പത്തുണ്ടായിരിക്കുന്ന മാനേജ്മെന്റ് സിസ്റ്റം. ഇതിലൊക്കെ ഫ്ലോസ് ആണ്. ഇതിന്റെയൊക്കെ തലപ്പത്ത് വരേണ്ടത് ഏറ്റവും മികച്ച മാനേജ്മെന്റ് വൈദഗ്ധ്യമുള്ള വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ആളുകളാണ്. ഞാനതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മറ്റും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ റിപ്പോർട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇതാണ് സ്ഥിതി. ഉത്പാദനം നിലച്ചതെല്ലാം ബെക്കോ എം ഡി അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ എം ഡി എന്തുകൊണ്ട് മന്ത്രിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല? അതിനടക്കമുള്ള പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നത്. താങ്കൾ വന്ന ഉടനെ ആ സ്ഥാനത്ത് നിന്ന് MR അജിത്കുമാർ എന്ന വ്യക്തിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു എന്നുള്ള വാർത്തകളും പുറത്തു വന്നതാണ്. അദ്ദേഹത്തിന് അവിടെ വെച്ച് പൊറപ്പിക്കാൻ തന്നെയാണ്. അല്ല, അന്വേഷണം ഞാൻ പറയും, ഇതൊക്കെ മുൻവിധിയോടുകൂടി ഒന്നിനും പെരുമാറാൻ ഞാനില്ല. ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരായിട്ട് എതിരാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതൊക്കെ വെറും മുൻവിധിയോടുള്ള പരാമർശങ്ങളാണ്. അത് ശരിയല്ല. പക്ഷെ ഒരു കാര്യം വളരെ കൃത്യമാണ്, ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റപ്പെടേണ്ടതാണ് എല്ലാവരും. ഇപ്പം ഞാൻ എന്റെ ഉത്തരവാദിത്തം നിറവേറ്റണം, എല്ലാവരും അവരുടെ ഉത്തരവാദിത്തം നിറവേറ്റണം. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ടാക്സ് സെക്രട്ടറി അന്വേഷിക്കുകയല്ലേ. അപ്പോൾ അന്വേഷണ റിപ്പോർട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ കാര്യത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ. ആരാണ് കുറ്റക്കാർ, എവിടെയാണ് വീഴ്ച വന്നത്, ഇനി ബിവറേജ് MD അറിഞ്ഞോ, അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ പോയോ, ഇനി അറിഞ്ഞിട്ടും അറിയിക്കാതിരുന്നതാണോ, ഇതെല്ലാം റിപ്പോർട്ടിൽ ഉണ്ടാവേണ്ടത് ഇതിന് അന്വേഷണ റിപ്പോർട്ടുകളിലാണ്. ഞാൻ അന്വേഷണ റിപ്പോർട്ട് വളരെ കൃത്യമായി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ബിവറേജിന്റെ ഒരു കോർപ്പറേഷന്റെ ഗോഡൌൺ കത്തിപ്പോയി. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, 12 കോടിയുടെ ഒരു ഗോഡൌണാണ് അവിടെ കത്തിപ്പോയിരിക്കുന്നത്. 12 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. കഴിഞ്ഞ ഏപ്രിൽ 1 മുതൽ 14 വരെ അവിടെ ഈ ഡിസ്റ്റിലറി അടച്ചിട്ടു. ഈ മലബാർ ട്രാവൻകൂർ ഷുഗേഴ്സ് അടച്ചിട്ടു. പറയുന്ന അറ്റകുറ്റപ്പണിയും ചെറിയ കാര്യങ്ങളാണ് പറയുന്നത്. 14 ദിവസം 15 ദിവസം അടഞ്ഞിടക്കുകയായിരുന്നു. അപ്പൊ ഇതൊക്കെ നമ്മുടെ സംസ്ഥാനത്തെ സ്ഥാപനങ്ങളുടെ കാര്യത്തിലുണ്ടാകുന്ന കെടുകാര്യസ്ഥതകളാണ്. അതൊരു ഏതെങ്കിലും വ്യക്തിയുടെ തലപ്പത്ത് നിന്നുള്ളതല്ല അതിന്റെ വിഷയം. നമ്മൾ ആ ഒരു സിസ്റ്റം കറക്റ്റ് ചെയ്യണം. ദീർഘകാലാടിസ്ഥാനത്തിൽ ഇവിടെയെല്ലാം കറക്ഷൻ ഉണ്ടാക്കണമെന്നാണ് സംസ്ഥാന എക്സൈസ് വകുപ്പ് മന്ത്രി എന്നതിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഏത് ടെൻഡറിലെ എനിക്ക് മനസ്സിലായത്, ഞാനിതിലൂടെ ആദ്യഘട്ടത്തിൽ എനിക്ക് മനസ്സിലായിരിക്കുന്നത്, അപ്പൊ ആദ്യഘട്ടത്തിൽ ഉത്പാദനം 750 ml കാര്യമാണല്ലോ നിന്നത്. 750 ml കുപ്പി നൽകുന്ന ടെൻഡർ കമ്പനികൾ, ടെൻഡറിൽ പങ്കെടുത്തവർ അതുമായി ബന്ധപ്പെട്ട രേഖകൾ നൽകാത്തതുകൊണ്ട് അവരുടെ ടെൻഡർ കൺഫേം ചെയ്യാൻ സാധിച്ചില്ലെന്നാണ് പറഞ്ഞത്. അതിന്റെ കാരണമായി അവർ പറയുന്നത് ടെൻഡർ കമ്പനികൾ, ഈ കമ്പനികൾ ഗൾഫ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരു കൂടുതൽ വില ഉയർത്താനുള്ള ഒരു പ്രഷർ അവർക്ക് ഈ പ്രോഡക്ട്സിന്റെ കാര്യത്തിൽ, കുപ്പിയുടെയൊക്കെ തന്നെ ഈ റോ മെറ്റീരിയൽസിന്റെ വില കൂടിയതുകൊണ്ട് കൂടുതൽ വില ഉയർത്താൻ വേണ്ടി അവർ ശ്രമിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ ഉയർന്നു വന്നിട്ടുള്ളത്. ടെൻഡറിനകത്തും അതുകൊണ്ടാണ് ടെൻഡർ നടപടികളും പൂർത്തിയാവാഞ്ഞതെന്ന് പറയപ്പെട്ടുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് ടെൻഡർ കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് പുതിയ ഈ 750 ml വേണ്ടി ടെൻഡർ വിളിച്ചു. എല്ലാവർക്കും അതിൽ പങ്കെടുക്കാം. മറ്റൊരു കാര്യം തമാശയാണെങ്കിലും
ഞാൻ എന്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ തന്നെ പലരും എഴുതി ഈ ജവാന്റെ കുപ്പി അടയുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോൾ ഞാൻ ആദ്യം വെച്ച് കളിയാക്കി പറയുന്നതാണ്, അല്ലെങ്കിൽ കുപ്പി ഒരു ബാഗിലിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നൊക്കെ. പക്ഷെ ഇന്നലെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുപ്പിയൊക്കെ വളരെ ലോ ക്വാളിറ്റി കുപ്പികളാണ്, അത് അടപ്പൊക്കെ തന്നെ. അപ്പം നമ്മളതിൽ ഒരു നിലവാരം എന്ന് പറഞ്ഞാൽ അതിലൊക്കെ തന്നെ ഒരു ഒരു മദ്യപാനത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ലേലും ഉള്ള കുപ്പിയൊക്കെ തന്നെ വൃത്തിയായിട്ട് വേണം എന്നുള്ള അഭിപ്രായം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടെൻഡറിലൊക്കെ അത്തരം ഒരു സ്റ്റാൻഡേർഡ് നിലനിർത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന്, അന്നതൊരു പ്രോഡക്റ്റ് ആണല്ലോ എന്ത് പറഞ്ഞാലും എന്ന് പറഞ്ഞിട്ടുണ്ട്. ടെൻഡറൊക്കെ തന്നെ ഇപ്പോൾ വീണ്ടും ടെൻഡർ വിളിച്ചിട്ടുണ്ട്. ആ ടെൻഡർ സുതാര്യമാണ്, ആർക്കും വേണമെങ്കിലും അത് പങ്കെടുക്കാം. സ്റ്റാൻഡേർഡ് അനുസരിച്ച് പ്രോഡക്ട്സ് വരും. എങ്ങനെയായിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന 750 ml ആണ് ഇപ്പൊ ടെൻഡർ വിളിച്ചിരിക്കുന്നത്. 7 days ആണല്ലോ ഈ ടെൻഡർ കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് മാത്രമേ ആ കുപ്പിയും മറ്റു കാര്യങ്ങളും എത്തിയുള്ളൂ. ഇപ്പൊ നിലവിൽ അതാ ഞാൻ പറഞ്ഞത്, ഈ ഗവൺമെന്റ് വരുന്നതിന് 1 മാസം മുമ്പേ ഈ 750 നിന്നുപോയി. ഈ സമയത്തൊന്നും അഡ്രസ് ചെയ്യപ്പെട്ടില്ല. 44 ദിവസം കഴിഞ്ഞിട്ടാണ് അത് നിന്നിട്ട് 44 ദിവസം കഴിഞ്ഞിട്ടാണ് രണ്ടാമത് ടെൻഡർ അതിന്റെ പേരിൽ അന്ന് വിളിക്കപ്പെടുന്നത്. അപ്പൊ അതൊക്കെ ഒരു ലാഗാണ് വലിയ. എക്സൈസ് കമ്മീഷൻ വന്നു, അതുപോലെ ബെക്കോയ്ക്ക് പുതിയ ബെക്കോയുടെ തലപ്പത്ത് മാറ്റം ഉണ്ടാവും. അതൊക്കെ ഭരണപരമായ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസ് നമ്മുടെ മന്ത്രി തലത്തിലാണ്. അതൊരു വേറൊരു ഡിപ്പാർട്ട്മെന്റാണ് തീരുമാനങ്ങൾ വരുന്നത്. എക്സൈസ് കമ്മീഷൻ വളരെ മിടുക്കനായ ഒരാളാണ്. ഞാൻ അതിന്റെ റിപ്പോർട്ട് വരുത്തിയിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പൊ അവിടെ ഈ മലബാർ ഡിസ്റ്റിലറീസിൽ 17 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് റമ്മാണ്. ഞാൻ എന്റെ ജവാൻ ഒരു റമ്മാണ്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ ബ്രാൻഡി ആണെന്നാണ് വയ്ക്കുന്നത്. അപ്പൊ ഈ ബ്രാൻഡി ഉൽപ്പാദനത്തിന് വേണ്ടി 17 കോടി അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് നിലവിൽ. പക്ഷെ ഉൽപ്പാദിപ്പിക്കണോ വേണ്ടയോ എന്ന് പറഞ്ഞാൽ അതൊരു പോളിസി ഡിസിഷനാണ്. ഞാനത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ കാര്യത്തിലൊരു തീരുമാനമുണ്ടായി. ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്തെങ്കിലും പക്ഷെ അവിടെ ടെൻഡർ ഒന്നും വിളിച്ചിട്ടില്ല. കുപ്പിയോ ഈ സ്റ്റിക്കർ, ഫ്ലേവർ, കാരമൽ എന്നൊക്കെ പറഞ്ഞ് കുറെ പ്രോഡക്ട്സ് ഉണ്ട്. നമ്മൾ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ആണ് ഈ മദ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആൽക്കഹോൾ. അപ്പൊ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉണ്ട്, വേണം. കാരമൽസ് വേണം, അതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് കാരമൽ. പിന്നെ ഫ്ലേവർ വേണം, പിന്നെ അതിന്റെ മുകളിൽ സ്റ്റിക്കർ വേണം, കുപ്പി വേണം, അടപ്പ് വേണം, കാർട്ടൺ വേണം, കാർട്ടന്റെ മുകളിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കർ വേണം. ഇത്രയും ടെൻഡറുകൾ പൂർത്തിയെങ്കിൽ മാത്രമേ ഒരു സ്ഥാപനത്തിൽ പ്രൊഡക്ഷൻ നടത്തുള്ളൂ. ഈ പ്രോസസ്സൊന്നും അവിടെ തുടങ്ങിയിട്ടില്ല. അപ്പൊ ഇനി ഇതെല്ലാം വന്നിട്ട് വേണം പ്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പൊ പ്രൊഡ്യൂസ് ചെയ്യണോ, അത് മിന്നൽ മാജിക്കിന് വേണോ വേണ്ടോ എന്നുള്ള കാര്യം ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. അത് ഫർദറായ ചർച്ചകളിലൂടെ മാത്രമേ തീരുമാനമാവുകയുള്ളൂ. അതിന്റെ പേരെടുപ്പ് ഒരു 10,000 രൂപ ഒരു സമ്മാനമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ആർക്കെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു? ഈ മിന്നലൊക്കെ കഴിഞ്ഞ സർക്കാരിന്റെ ആണല്ലോ. അപ്പം നമ്മൾ ആ ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു മുന്നണി മാറി വന്നതാണ്. അപ്പൊ ഞങ്ങളുടെ മദ്യനയം അനുസരിച്ച് വേണം ഇതിന് വേണോ, ഇനി മിന്നലാണോ അത് കൊടുങ്കാറ്റാണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അതിനുശേഷം മാത്രമാണ്. ഞങ്ങൾ അത് തീരുമാനിച്ചിട്ടില്ല. ഈ ബാറുകളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് വിമർശനം ഉണ്ടല്ലോ. അതായത് UDF സർക്കാരിന്റെ കാലത്തിൽ കേവലം 29 പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് മാത്രം ലൈസൻസ് ഉണ്ടായിരുന്നതാണ് 900-ൽ പരം ബാറുകളിലേക്ക് ഇപ്പോൾ എത്തിപ്പെട്ടത്. കൂടാതെ 240-ൽ പരം ബിയർ വൈൻ പാർലറുകളും നിലവിലുള്ള സ്ഥിതി. അപ്പൊ ഇതിനി ആ ബാർ ഹോട്ടലുകളുടെ എണ്ണം കൂട്ടാനുള്ള തീരുമാനവും നിലവിലില്ല. ഒരു തീരുമാനവും നിലവിലില്ല. അതെല്ലാം ബാർ അബ്കാരി പോളിസിയായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ അബ്കാരി പോളിസി കുറയ്ക്കാൻ തീരുമാനിച്ചാൽ കുറയ്ക്കും. ഞാൻ ഇതുവരെ എന്റെ ശ്രദ്ധയിൽ അത് ഞാൻ പൂർണ്ണമായ ഫയൽ പഠിച്ചിട്ടില്ല. എനിക്ക് ഈ ഒരു വിഷയം ഇപ്പൊ ശ്രദ്ധയിൽപ്പെടുത്തിയോണ്ട് ഞാൻ അതിന്റെ കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കാം. അല്ല, ഞാൻ പറഞ്ഞതിന് സംബന്ധമല്ലേ, ഇപ്പൊ നമ്മൾ അതിനെതിരെ വിമർശനങ്ങളുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ ബാർ തൊഴിലാളികൾ എന്നെ നിരവധി പേര് വിളിക്കാറുണ്ട്. എന്നെ ഒരാൾ 12 മണിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, രാത്രി ഞാനപ്പോൾ വന്ന് കയറിയതേ ഉണ്ടായിരുന്നുള്ളൂ, വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ എന്റെ ഹോട്ടലിൽ ബാറിൽ നിന്ന് പോകാൻ പോവാണ്, ഇത്രയും നേരം കഷ്ടപ്പെടുവാണ്, ഇനി ഒരു 1.5 മണിക്കൂറോ 2 മണിക്കൂർ യാത്ര ചെയ്ത് എന്റെ വീട്ടിൽ ചെല്ലണം. വീട്ടിൽ ചെന്നിട്ട് ഞാനൊരു 4 മണിക്കൂർ ഉറങ്ങിയതിനു ശേഷം ഞാൻ വീണ്ടും തിരികെ വരാൻ പോവുകയാണ്. എനിക്ക് 4 മണിക്കൂറാണ് അകത്ത് ഉറങ്ങാൻ സാധിക്കുന്നത്. ഒരു ബാർ തൊഴിലാളി എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഷെയർ ചെയ്യാൻ.
അതുപോലെ ചില സ്ഥലങ്ങളിൽ രാത്രി ബാറ് അസമയത്ത് ബാറ് തുറന്നു വെക്കുന്ന പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കുത്ത് അവിടെ ഇരുന്ന നോക്കി എന്നൊക്കെ പറഞ്ഞ് കത്തിക്കുത്തുണ്ടായ സംഭവങ്ങളുമൊക്കെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അക്രമ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകളുണ്ട്, ലഹരി ഉപയോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതേസമയത്ത് തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഈവന്റ് മാനേജ്മെന്റ് കമ്പനികളുടെ ഒരു യോഗത്തിൽ അവരുടെ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തപ്പോൾ അവർ പറഞ്ഞു ഈ നമ്മുടെ കേരളത്തിൽ ഈവന്റ്സ് മാരേജ് ഈവന്റ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ ഈ ബാർ ഒക്കെ ഉള്ള വലിയ റിസോർട്ട്സിലൊക്കെ ആയിരിക്കും ഇത്തരം വിവാഹങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ വിവാഹങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരു 12 മണി വരെ സമയം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്ര ഈവന്റ്സ് നടക്കുകയുള്ളൂ. അപ്പോൾ പെട്ടെന്ന് വെട്ടിക്കുറച്ചാൽ ഇതെല്ലാം തന്നെ ബിസിനസ്സിനെ, ടൂറിസം ബിസിനസ്സിനെ ഒക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടിനെയും നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ബാലൻസ് ചെയ്ത് രണ്ടഭിപ്രായങ്ങളും മുന്നിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്കുപ്പുറത്ത് ശരിയായ തീരുമാനം എന്തെന്നുള്ളത് ഡിബേറ്റ് ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതാണ് നയം എന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. പക്ഷേ അത് ഇത്തരം കാര്യങ്ങളൊക്കെ ചില നഗരങ്ങളിലൊക്കെ ഉള്ളൂ, ബാക്കി ഗ്രാമങ്ങളിലൊന്നും ഇത്ര ഈവന്റ് പരിപാടിയൊന്നും ഇല്ലല്ലോ സമയത്ത്. അപ്പൊ അതെല്ലാം ഞാനിപ്പോൾ ഒരു മുൻവിധിയോട് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതൊരു അടുത്ത ദിവസങ്ങളിൽ തന്നെ ചർച്ചകളിലൂടെ പ്രഖ്യാപിക്കപ്പെടേണ്ട ഒരു നയമാണ്. കാരണം ഭരണ അധികാരത്തിൽ ഒരു മാസത്തിനകത്ത് തന്നെ എല്ലാം തീരുമാനിക്കാൻ പറ്റണമെന്നില്ലല്ലോ, ചർച്ച നടക്കട്ടെ. നിലവാരമുള്ള ബോട്ടിൽ മദ്യം കൊടുക്കണമെന്ന് കൃഷി പറഞ്ഞു. അത് മദ്യ ഉപഭോഗത്തെ പ്രോത്സാഹിപ്പിക്കാനല്ല എന്ന് താങ്കൾ പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയാമോ, ഇതൊരു കൊട്ടേഷൻ കൊടുത്തൊരു പ്രോഡക്റ്റ്, അതൊരു പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു കുപ്പി എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റാണ്. അതൊരു കൊട്ടേഷൻ നൽകി ടെൻഡർ വിളിച്ച് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ അതിനെന്തുണ്ടാവണം, നിലവാരം ഉണ്ടാവണം എന്നുള്ള പോയിന്റുണ്ട്. ഇപ്പം എനിക്ക് മദ്യപിക്കണം, വ്യക്തിപരമായി എനിക്ക് മദ്യപാനത്തോട് താല്പര്യമുള്ള ആളല്ല, നാട്ടിൽ ആരും മദ്യപിക്കരുതെന്നാണ് വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. പക്ഷെ ഇതൊരു പ്രോഡക്റ്റ് എന്ന രീതിയിൽ റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് എന്ന് പറയുന്നതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പറ്റാവുന്നൊരു കാര്യം. പൂർണ്ണമായും മദ്യനിരോധനം പ്രായോഗികമല്ല എന്നാണ് വ്യക്തിപരമായി ഞാൻ ഉൾപ്പെടെ കരുതുന്നത്. അതൊരു റെസ്പോൺസിബിൾ ഡ്രിങ്കിങ്ങിലാണ് എത്തിപ്പെടേണ്ടത്, സോഷ്യൽ റെസ്പോൺസിബിൾ ഡ്രിങ്കിങ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു പ്രോഡക്റ്റ് ക്വാളിറ്റി ഉണ്ടാവണമെന്ന് പറഞ്ഞെന്നല്ലാതെ അതിന് ഈ നാട്ടിലുള്ള ആളുകൾക്കെല്ലാം ക്വാളിറ്റിയുള്ള കുപ്പിയും മദ്യം കൊടുത്തെന്ന് എക്സൈസ് മന്ത്രി പറഞ്ഞെന്ന് വ്യാഖ്യാനിക്കേണ്ട. ഇന്ന് തന്നെ വളരെ ഇതായിട്ടൊരു കാര്യം, ഇന്ന് രാവിലെ ലഹരി വിരുദ്ധ ദിനമായിരുന്നു. രാവിലെ ഞങ്ങൾ എല്ലാവരും ബന്ധപ്പെട്ട് എക്സൈസ് വകുപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു ഇന്ന് വലിയൊരു പരിപാടിയാണ് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ അത് റാലിയിലേക്ക് മാത്രം ചുരുങ്ങി. രാവിലെ ചെറിയ മഴയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മഴ പെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ ഇരുന്നപ്പോൾ തന്നെ കുട്ടികൾ അവർ ഈ മഴയത്ത് അവർ കസേരയിൽ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ തുടക്കത്തിലെ മൈക്കെടുത്ത് ഞാൻ പറഞ്ഞു, ഇവിടെ ഇരിക്കരുത്, ഈ മഴയാണ്, നമുക്കൊരു പന്തല് വിഭാഗത്തില്ല. അപ്പം നിങ്ങൾ പരിപാടിയൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ഒരാൾ പോലും ഈ കസേര മഴയാണോ അപ്പോൾ മാറിക്കോണം, വ്യക്തമായെടുത്ത് പറഞ്ഞാണ് പരിപാടി തുടങ്ങുന്നത് തന്നെ. ബഹുമാനായ മുഖ്യമന്ത്രി എത്തി. കാരണം ഇവിടുന്ന് ഈ മഴ കാരണം കുറച്ച് കഴിഞ്ഞ് വന്നാൽ മതി എന്നുള്ളൊരു കൂടെ വന്നതാണ്. അദ്ദേഹം ഇവിടെ വന്നു, യോഗം തുടങ്ങി. അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് മഴ പെയ്തു തുടങ്ങിയപ്പോൾ അദ്ദേഹം ഉൾപ്പെടെയല്ല ഞങ്ങളെല്ലാവരും എഴുന്നേറ്റെന്ന് പറഞ്ഞു അകത്തേക്ക് കയറിയിരിക്കണം, കുട്ടികളോടെല്ലാം ആവശ്യപ്പെട്ടു ഇങ്ങോട്ട് കയറി നിൽക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ സംസാരിക്കാൻ അധ്യക്ഷ പ്രസംഗം നടത്തി. അധ്യക്ഷ പ്രസംഗം നടക്കുമ്പോൾ എന്റെ മുമ്പിലുള്ള ബസ്സിൽ ഒരു കുട്ടി പോലും ഇല്ല. കാരണം എന്താ, അവിടെ ഇരിക്കരുതെന്ന് നമ്മൾ തന്നെ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങൾ മഴ വേണ്ട കാര്യമില്ല. ഇതെല്ലാം അങ്ങനെ തിരിച്ചുപോയി. കുറച്ചു മുമ്പ് ഒരു ചാനലിലെ വാർത്ത നിൽക്കുക, കുട്ടികളെ മഴയത്ത് നിർത്തി പ്രസംഗം തുടർന്ന് എക്സൈസ് മന്ത്രി. ഞാൻ ഇങ്ങനെ വല്ല സംഭവിച്ചു. ഞാൻ എന്റെ വീഡിയോ പരിശോധിച്ചു. ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് ഒരൊറ്റ കുട്ടിയില്ല, ഫ്രണ്ടില് ഒറ്റ കുട്ടിയില്ല. 7 മിനിറ്റാണ്, 8 മിനിറ്റിനടുത്താണ് ഞാൻ ആകെ സംസാരിച്ചത്. സ്വാഭാവികം സംസാരിക്കുമ്പോൾ നയങ്ങളൊക്കെ വിശദീകരിക്കണ്ടേ. ഒരു കുട്ടി പോലും മഴ നനയാതെ ഒഴിഞ്ഞ കസേരയ്ക്ക്, കാരണം കുഞ്ഞുങ്ങളൊക്കെ സൈഡിൽ മാറി നിൽക്കുകയാണ്. പക്ഷെ വ്യാഖ്യാനിക്കുന്ന രീതി ഇതാണ്, ഒരു വലിയ വാർത്ത ഒഴുക്കാണ്. കുട്ടികളെ മുഖ്യമന്ത്രി വൈകി എത്തി, മുഖ്യമന്ത്രി അതുകൊണ്ട് കുഞ്ഞുങ്ങളെ മുഴുവൻ പിടിച്ചിരുത്തി നനയിച്ചു എന്ന് പറഞ്ഞുള്ള ഇതൊക്കെ എന്ത് തരം. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ഒരു ചാനൽ മേധാവിക്ക് ഞാൻ ഒരു വീഡിയോ അയച്ചു കൊടുത്തു, ഇട്ട ആൾക്ക്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാർത്ത ഇതിന്റെ ലൈവ് വീഡിയോ ഞാൻ മാറി നിൽക്കണം കുഞ്ഞുങ്ങളെ, നിങ്ങൾ പ്രോഗ്രാമേ വിഷയമല്ലെന്ന് മാറി നിൽക്കണമെന്ന് പറയുന്ന വീഡിയോ അടുത്തത്. എന്ത് കഷ്ടമാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ കുറച്ചുകൂടെ അതിൻ്റെ അകത്തൊക്കെ ഒരു ഇത് പുലർത്തണ്ടേ, അത്രേ ഉള്ളൂ കാര്യം. മദ്യനയം വന്നതിന് ശേഷം തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞത്. താങ്കൾക്ക് തന്നെ തീരുമാനിക്കാൻ കഴിയുന്ന വേറൊരു കാര്യം, ഈ 20 രൂപ പ്ലാസ്റ്റിക് ബോട്ടിൽ മദ്യം കൊടുക്കുന്ന, അതിന് 20 രൂപ അധികം വാങ്ങുന്ന ഒരു പരാജയപ്പെട്ട പദ്ധതി തന്നെയാണ് റിപ്പോർട്ട് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത്. ആ പദ്ധതി പിൻവലിക്കാൻ ഞാൻ അതിന്റെ ഒരു ഇത് ചോദിച്ചു, കളക്ഷൻ റേറ്റ് ചോദിച്ചിരുന്നു. അതായത് അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളൊരു കുപ്പി 20 രൂപയ്ക്ക് ഒരു മദ്യം ഇത് ചെയ്യുന്നു. കാരണം പ്ലാസ്റ്റിക് ഒരു പ്രശ്നമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മേടിച്ചുകൊണ്ട് പോകുന്ന കുപ്പി പോകുന്ന പോക്കിൽ ഇങ്ങനെ എറിഞ്ഞ് സൈഡിൽ ഓടെ കിടക്കുന്നു, തോട്ടിൽ കിടക്കുന്നു, കുളത്തിൽ കിടക്കുന്നു. അപ്പം അങ്ങനെ വരുന്നപ്പോൾ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ ഈ ഒരു പദ്ധതി ഉണ്ട്. ഈ
കുപ്പികൾ തിരികെ ഇപ്പം 20 രൂപ നേരത്തെ അടയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇത് കൊടുക്കുകയാണ്. നിങ്ങളുടെ ഈ കുപ്പിക്ക് 20 രൂപ വിലയുണ്ട്, ഇത് തിരിച്ചു തന്നാൽ 20 രൂപ. ഞാനൊന്ന് പറയട്ടെ, എനിക്ക് അല്ല ഞാനൊന്ന് പറയട്ടെ, ഞാൻ പൂർത്തീകരിച്ചില്ലല്ലോ. അപ്പൊ 20 രൂപ അങ്ങോട്ട് കൊണ്ടു കൊടുത്താൽ 20 രൂപ തിരികെ കിട്ടും. അപ്പൊ ഇതിന്റെ ഒരു കളക്ഷൻ റേറ്റ് എത്രമാത്രമാണ് എന്ന് പറഞ്ഞാൽ കൊണ്ടു കൊടുത്ത് 20 രൂപ കൊടുത്താൽ ഈ പ്ലാസ്റ്റിക് കുപ്പി നമ്മുടെ ഒരു ഗവൺമെന്റ് കസ്റ്റഡി വരികയാണ്, തെരുവിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇതിന്റെ ഒരു സക്സസ് റേറ്റ് എന്താണെന്നുള്ളതിന്റെ റിപ്പോർട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. കൊടുക്കുന്ന കുപ്പികൾ എത്രമാത്രം തിരികെ വരുന്നു, ഈ കുപ്പി കൃത്യമായി കളക്ട് ചെയ്ത് പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ച് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഉൾപ്പെടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രീൻ പ്രോജക്റ്റ് ആണത്. ഇങ്ങനെ വിൽക്കപ്പെടുന്ന എല്ലാ കുപ്പിയും കൃത്യമായി ചെയ്യുന്നുള്ളത്. പിന്നെ മദ്യപാനിക്ക് 20 രൂപ അധികം കൊടുക്കണമെന്ന് വന്നതിന്റെ വിഷമം ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഈ പദ്ധതിയെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. വളരെ കൃത്യമായി അതിന്റെ സക്സസ് റേറ്റ് കൃത്യമായി റിപ്പോർട്ട് എടുക്കുക. അങ്ങനെയല്ല നമുക്ക് പറയാൻ പറ്റും. അല്ല, എനിക്ക് അത് അറിയത്തില്ല, അത്രയ്ക്ക് ഞാൻ നിന്നിട്ടില്ല. നമുക്ക് ആ ഒരു ഫീൽഡിൽ അത്ര പരിചയം പോരാ. ഓക്കെ, ഇത് നമ്മുടെ ഒരു ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് എക്സൈസിന്റെ ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ ഒരു മിനിമം ഒരു പ്രാഥമിക റിപ്പോർട്ടാണ്. അതുപോലെ എക്സൈസ് പോർട്ടല് ജൂലൈ 1 മുതൽ ആരംഭിക്കുകയാണ്. ജൂലൈ 1 നമ്മുടെ സമ്മേളനമുണ്ട്, പ്രോഗ്രാം ഇനോഗ്രേഷനാണ്. മയങ്ങില്ല കേരളം, ആ പേര് എന്നുള്ളതാണ്, മയങ്ങില്ല കേരളം എന്നാണ്. അതൊരു 4 ഞാൻ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട എൻഫോഴ്സ്മെന്റും അവയർനെസ്സും ഡി അഡിക്ഷനും റിഹാബിലിറ്റേഷനും ഉൾപ്പെടുന്ന ഇതാണ്. ഈ പറഞ്ഞ പോർട്ടൽ വളരെ ഓപ്പറേഷനിലാക്കി നമ്മുടെ എക്സൈസ് കമ്മീഷണർ IT വിദഗ്ധൻ കൂടിയാണ്, ചാർജ് ഓഫ് IT ഡിപ്പാർട്ട്മെന്റ് 2. അപ്പോൾ ഒരു വളരെ കൃത്യമായ പോർട്ടലാണ് വന്നിരിക്കുന്നത്. വലിയ ഇന്റർവെൻഷൻസ് ഞങ്ങൾ ശ്രമിക്കും. ഞങ്ങൾ കുറെ കാര്യങ്ങൾ കൂടെ അനുമതി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സൈബർ ഇന്റർവെൻഷൻ ഒരിടത്തൊരു മയക്കുമരുന്നിനെ കുറിച്ച് വിവരം കിട്ടി, ട്രാക്ക് ചെയ്യാൻ നിലവിൽ എക്സൈസിന് സംവിധാനം ഇല്ല. അപ്പൊ സൈബർ ഇന്റർവെൻഷൻ ഉൾപ്പെടെതിന് അനുമതി നമ്മൾ ചോദിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് അത്ര ഇന്റർവെൻഷൻ. ഈ പരിമിതികൾക്കെല്ലാം നിന്നിലാണ് 14,000 കേസുകൾ ഈ സംസ്ഥാനത്ത് ഒറ്റ മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്തത്. 11,000 കോട്ട്പ കേസുകൾ അവർ ഫീൽഡിൽ പോയി ചെയ്തു. 1,400 NDPS കേസുകൾ. നമ്മൾ ചെയ്യേണ്ട ഒരു ഫോഴ്സിനെ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഓപ്പറേഷൻ തണ്ടർ എന്ന പേരിൽ 1,400 NDPS കേസുകൾ ഒറ്റ മാസത്തിനുള്ളിൽ എടുത്തു എന്നത് വളരെ നിസ്സാരമായി കാണരുത്. 15 ബിഗ് വോളിയം കേസുകളാണ്. ഇതിന് പിന്നാലെ പോയി അന്യ സംസ്ഥാനങ്ങളിൽ പോയി വളരെ പരിമിതി. 23 കോടി രൂപയുടെ പ്ലാൻ ഫണ്ടുള്ള ഒരു ചെറിയ വകുപ്പാണ്. ഒത്തിരി റവന്യൂ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും ചെറിയൊരു വകുപ്പാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് ബജറ്റിൽ മയക്കുമരുന്ന് കൊടുത്ത് 5 കോടി രൂപ, എന്നാൽ 23 കോടിയാണ് ആ പ്ലാൻ ഫണ്ട്. അവിടെ നിന്നിട്ടാണ് ഈ ഉദ്യോഗസ്ഥർ ഇത്രയും കഠിനാധ്വാനം ചെയ്ത് അന്യ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ പോയി ഇന്റർനാഷണൽ കണക്ഷൻസ് ഉള്ള പ്രതികളെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഒരു അപ്രീസിയേഷൻ അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ വിലയിരുത്തൽ. തൂഫാൻ പോലീസിന്റെ ഒരു ആക്ഷൻ ഞങ്ങളെല്ലാം ഇന്റർഗ്രേറ്റ്. ഇപ്പൊ തൂഫാൻ പദ്ധതിയിൽ ഞാൻ ഉൾപ്പെടെ എക്സൈസിന്റെ ഇന്റർവെൻഷനുണ്ട്. അതുപോലെ ഓപ്പറേഷൻ തണ്ടറിന്റെ കാര്യത്തിൽ പോലീസിന്റെ സഹായമുണ്ട്. പോലീസിന്റെ സഹായം ഉണ്ടെങ്കിലേ നമുക്ക് ആളുകളെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സൈബർ ഇൻഷൻ 2 ഫോഴ്സും എൻഫോഴ്സ്മെന്റ് ഫോഴ്സുകളാണ്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ എല്ലാം ഒരുമിച്ചിറങ്ങുമ്പോഴാണല്ലോ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. എക്സൈസിന്റെ ഡ്യൂട്ടി ചെയ്യുന്നു, പോലീസിന്റെ ഡ്യൂട്ടി ചെയ്യുന്നു. അവർ ഞാനതാ പറഞ്ഞു, ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് അറിയേണ്ടത് കൂടിയുണ്ട്. ഇപ്പൊ പലപ്പോഴും നമുക്ക് അത്തരത്തിൽ അവരുടെ പരിമിതികൾ കൊണ്ട് അവർ ചെയ്യുന്നൊരു വർക്കിനെ പുറത്തോട്ട് അറിയുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യത്തെ അസസ് ചെയ്യാനും കൂടാണ് ഞാൻ പറയുന്നത്. വളരെ കാര്യമായ ഒരു കഠിനാധ്വാനം നടക്കുന്നുണ്ട്. ഓക്കെ, അതെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.